ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. ക്രൂഡ് ഓയിലിൻ്റെ വലിയ നിക്ഷേപമുണ്ട് ബംഗാളിലെ അശോക് നഗറിൽ. 2018 തന്നെ ഇത് കണ്ടെത്തിയിട്ടുള്ളതാണ്. ഈ എണ്ണ കുഴിച്ചെടുക്കൽ നടപടികൾ പക്ഷേ അന്നൊന്നും ആരംഭിച്ചിട്ടില്ല. കാരണം വലിയ തടസ്സം എന്ന് പറയുന്നത് TMCയും മമതാ ബാനർജിയും ആയിരുന്നു. അവരെന്തുകൊണ്ടോ അനുവാദം കൊടുത്തില്ല. പക്ഷേ നിലവിൽ BJP അധികാരത്തിൽ വന്നു, സുവേന്ദു അവിടെ ഭരിക്കുകയാണ്. ഈ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കാനുള്ള നടപടികളാണ് ബംഗാളിൽ ആരംഭിക്കാൻ പോകുന്നത്. അപ്പം ബംഗാളിൻ്റെ സമ്പദ് വ്യവസ്ഥ വലിയ രീതിയിൽ ഉയരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇത് എത്രമാത്രം വിജയകരമായിട്ട് ഈ ദൗത്യം പൂർത്തിയാകും, എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? കമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള എണ്ണ എക്സ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലെ അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് ബംഗാൾ. ഇത് ഇപ്പൊ കണ്ടെത്തിയതല്ല. ഇപ്പൊ ഞാൻ ബംഗാളിൽ വലിയ എണ്ണ നിക്ഷേപം എന്ന് നമ്മൾ പറഞ്ഞൊരു വാർത്ത കൊടുത്താൽ അതൊരു തള്ളാണെന്ന് പറഞ്ഞു വരുന്നവര് ഒരുപാട് പേര് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർ തന്നെ ഉണ്ടാവാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ എണ്ണ നിക്ഷേപം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും എണ്ണ കിണർ കുഴിക്കാൻ, അതായത് കൃത്യമായിട്ട് 240 മില്യൺ ബാരലിന്റെ ഏറ്റവും കുറഞ്ഞത്, അതിലും അധികമുണ്ട്, അത്രയെങ്കിലും എണ്ണ നിക്ഷേപം അശോക് നഗർ എന്ന പ്രദേശത്ത്. ഈ അശോക് നഗർ എന്ന് പറയുന്നത് ഈ സൗത്ത് 24 പർഗാനാസ് ജില്ലയിൽപ്പെട്ട ഒരു പ്രദേശമാണ്. കൽക്കട്ടയുടെ നഗരപരിധിയിൽ നിന്നും വെറും 50 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ എണ്ണ നിക്ഷേപം, വലിയ തോതിലുള്ള എണ്ണ നിക്ഷേപം കണ്ടെത്തിയത്. അതിനോടൊപ്പം അവിടെ പ്രകൃതിവാതകത്തിന്റെ നിക്ഷേപവുമുണ്ട്. ഇത് 2018 ഈ എക്സ്പ്ലോറേഷൻ ഒക്കെ, ഈ കണ്ടെത്തലുകളെ തുടർന്ന് ഡ്രില്ലിംഗ് അവിടെ തുടങ്ങി. ആ ഡ്രില്ലിംഗ് പരീക്ഷണാടിസ്ഥാനത്തിൽ കുഴിച്ച കിണറുകളിൽ എണ്ണ കമേഴ്ഷ്യലി വയബിളായ എക്സ്പ്ലോറേഷൻ ആവശ്യമുള്ള എണ്ണ അവിടെ ഉണ്ടായി എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു. ആ സ്ഥിരീകരിക്കപ്പെട്ടതിനെ തുടർന്ന് 2024 നമ്മുടെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ONGC പെട്രോളിയം മൈനിങ് ആൻഡ് ലീസ് ഡീഡ് എന്ന് പറയുന്ന ഒരു കരാറ് ബംഗാൾ സർക്കാരുമായിട്ട് ഒപ്പിടാനായിട്ട് ആ കരാറിന്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി 2024 തുടക്കത്തിൽ മമതാ ബാനർജി സർക്കാരിന് അവർ കൊടുത്തു. പക്ഷേ മമതാ ബാനർജി സർക്കാർ അവിടെ നിന്നും എണ്ണ എക്സ്ട്രാക്ഷൻ, എണ്ണ കുഴിച്ചെടുക്കൽ, ആ കരാർ ഒപ്പിടാൻ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവരത് ഡിലേ ചെയ്തു. അതൊരു ഭാഗത്ത്. ഇനി പ്രാദേശിക TMC പ്രവർത്തകർ അത് അവിടെ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് സമരം തുടങ്ങി. പക്ഷെ സമരമൊക്കെ വളരെ ചെറിയ സമരമായിരുന്നു. അങ്ങനെ ജനങ്ങൾക്കൊന്നും അതിൽ വലിയ താല്പര്യമില്ല. മുഖ്യമായിട്ടും മമത മോങ്ങാനിരുന്ന മമതയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറയുന്ന പോലുള്ളൊരു സമരമായിരുന്നു. അവരതൊരു കാരണമാക്കി എടുത്ത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അവരെ അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്യും, ആ നാളെ ചെയ്യും, മറ്റന്നാൾ ചെയ്യും. എന്താ ലീസ് ഒപ്പിടാത്ത? അല്ല, ലീസ് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ ആ ഓഫീസിൽ പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞ് ഈ ONGC-കാരെ ഇങ്ങനെ വട്ടുകളിപ്പിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ 2024 ഒരു മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അടുത്ത വർഷം 2070 അവിടുന്ന് എണ്ണ ഉൽപാദനം തുടങ്ങുമായിരുന്നു. മനസ്സിലായി? അതായത് കമേഴ്ഷ്യലി അവിടുന്ന് ക്രൂഡ് ഓയിൽ ഉണ്ട്, അവിടെ റിഫൈനറി വരും. ഇത് ബംഗാളിന്റെ സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിക്കും. പക്ഷെ മമത അത് ചെയ്തില്ല. തിന്നത്തുമില്ല, മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കുകയില്ല. ഇതാണ് കിളവിയുടെ ഒരു മുദ്രാവാക്യം. അപ്പോൾ ഈ ബംഗാള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രകൃതി വിഭവങ്ങളില്ലാത്ത ഒരു സ്ഥലമല്ല. ബംഗാൾ ഇന്ത്യയിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആസാം ബംഗാൾ ബെൽറ്റിലാണ് ഇന്ത്യയിലെ എണ്ണ നിക്ഷേപമുള്ളത്. ആസാമിലെ ഡിഗ്ബോയ് ഒക്കെ പണ്ട് തൊട്ടേ എണ്ണ ഖനനം തുടങ്ങിയിരുന്നതാണ്. ഗൾഫിൽ എണ്ണ എടുക്കുന്നതിന് മുമ്പ് 1920-കളിലെ ആസാമിൽ നിന്ന് എണ്ണ കുഴിച്ചെടുക്കുവാൻ, ബ്രിട്ടീഷുകാരുടെ കാലം തന്നെ. ഈ ബംഗാളിൽ പുതുതായിട്ട് എണ്ണ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ പ്രദേശങ്ങൾ റാണാഘട്ട്, അത് നാദിയ ജില്ലയിലാണ്. അതുപോലെ ബരൂയ്പൂർ, അത് സൗത്ത് 24 പർഗാനാസിലാണ്, അതായത് നമ്മുടെ ഈ അശോക് നഗറിന് അടുത്ത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കനക്പൂല് നോർത്ത് 24 പർഗാനാസിലാണ്. ഇങ്ങനെ 3 സ്ഥലത്ത് എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് എത്രമാത്രം ഉണ്ടെന്നുള്ള കൂടുതൽ പര്യവേഷണം ഒന്നും നടന്നിട്ടില്ല. ഇവിടെ തടസ്സമായിട്ട് നിന്നത് മമതാ സർക്കാരിന്റെ നിലപാടുകളാണ്. മമതാ സർക്കാർ ഒരു കാരണവശാലും
ബംഗാളിൽ നിന്ന് എണ്ണ കുഴിച്ചെടുക്കണ്ട, ബംഗാളിൽ രക്ഷപ്പെടണ്ട, ഇന്ത്യയിൽ രക്ഷപ്പെടണ്ട. മൂക്ക് മുറിച്ചായാലും ഇന്ത്യയുടെ പുരോഗതി തടസ്സപ്പെടുത്തണം. അങ്ങനെ തടസ്സപ്പെടുത്തണമെങ്കിൽ, അതായത് ബംഗാളിന് നഷ്ടം സംഭവിച്ചാലും കുഴപ്പമില്ല, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷിതത്വം ഉറപ്പാവരുത്, അത് അപകടത്തിൽപ്പെടണം. ഇങ്ങനെയൊക്കെയുള്ള കുബുദ്ധി ഉപയോഗിച്ച് മമത ഇത്തരം എണ്ണ പര്യവേഷണം കഴിഞ്ഞ് ഉറപ്പ് വരുന്നതിൻ്റെ എണ്ണ ഉൽപാദനത്തിൻ്റെ ശ്രമങ്ങളെയും എല്ലാം മമത തടസ്സപ്പെടുത്തി. ഇത് പുറത്തു വരുന്ന വാർത്തകളൊക്കെ സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ്. ഇതൊക്കെ ഇന്ത്യയിലാണോ സംഭവിച്ചതെന്ന് നമ്മൾ തോന്നും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ഈ തന്ത്രപ്രധാനമായ പിന്നെ സിലിഗുരി കോറിഡോറിൽ, ആ സിലിഗുരി കോറിഡോറിലെ ജനങ്ങളുടെ കാർഷിക വൃത്തി തടസ്സപ്പെടുത്തുക, അതുവഴിയാണ് കാലിക്കള്ളക്കടത്ത് നടന്നത്. ഈ കാലിക്കള്ളക്കടത്തുകാര് അവിടുത്തെ പാടശേഖരങ്ങളിലെല്ലാം രാത്രിയിലൂടെ ആയിരക്കണക്കിന് കന്നുകാലികളെ ഓടിച്ചു കൊണ്ടുപോകും. അവിടുത്തെ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. തോക്കും അതുപോലുള്ള ബോംബുകളും ഒക്കെ ആയിട്ടാണ് ഈ കള്ളക്കടത്തുകാർ വരുന്നത്. എന്നിട്ട് ഈ ജനങ്ങളെ ഇവിടുന്ന് ഓടിച്ചു വിടാനുള്ള ഒരു ശ്രമമായിരുന്നു മമത നടത്തിയത്. മമത അന്ന് ചെയ്തത്, ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുത്തു, ഈ പ്രദേശത്തുള്ളവർക്ക് ലോൺ കൊടുക്കരുത്. അതായത് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ലോൺ കൊടുക്കാൻ പാടില്ല. ഇന്ത്യയിലെ ഏറ്റവും നല്ല തേയില ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ഡാർജിലിംഗ്. ഈ സിലിഗുരി കോറിഡോറിലും വലിയ, അതായത് പഴങ്ങള്, പച്ചക്കറികള്, അതുപോലെ തേയില, ഈ 3 ഉൽപ്പന്നങ്ങൾ, കാർഷിക മേഖല ഏറ്റവും നല്ല കാലാവസ്ഥ. പക്ഷെ അവിടെ പോലും ഈ കൃഷി ചെയ്യാൻ മമത സമ്മതിച്ചില്ല. അപ്പൊ മമതയ്ക്ക് സംസ്ഥാനത്തിന്റെ പുരോഗതിയോ രാഷ്ട്ര പുരോഗതിയോ ഒന്നുമല്ല ലക്ഷ്യം. മമതയ്ക്ക് തൻ്റെ പാർട്ടി, തൻ്റെ മരുമോൻ, ചിലർ പറയുന്നു മരുമോനല്ല മറ്റെന്തോ ബന്ധമാണെന്ന്, മകനാണെന്ന് പറയുന്നവരുണ്ട്. എനിക്കൊന്നും അറിയാൻ വയ്യ അതിനെക്കുറിച്ച്. ഞാൻ ഊഹാപോഹങ്ങൾ, അത് വെച്ച് നമുക്ക് അവരെ കുറ്റപ്പെടുത്താം. അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അഭിഷേക് ബാനർജിക്ക്, അടുത്ത കിരീടാവകാശിയായ അഭിഷേക് ബാനർജിക്ക് ആ കിരീടം തലയിൽ വെച്ച് കൊടുക്കാനും അയാളുടെ ഭാവി സുരക്ഷിതമാക്കാനും വേണ്ട കാര്യങ്ങളാണ് മമത ചെയ്തുകൊണ്ടിരുന്നത്. അതിനപ്പുറം മമതയ്ക്കൊന്നുമില്ല. ഞാനും എൻ്റെ മരുമോനും, ഇത്ര മാത്രം. അതാണ് മമതയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. എന്തായാലും ശരി, സുവേന്ദു അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം തന്നെ അവർ നേരിട്ട് പോയി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് ഇവിടെ ONGCക്ക് വേണ്ട ഫണ്ടുകൾ, അതായത് അവിടുത്തെ ഓയിൽ പ്രൊഡക്ഷൻ, ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ഷൻ തുടങ്ങാനുള്ള പ്രവൃത്തി വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ ഇതിന് വലിയ നിക്ഷേപം വേണ്ടി വരും. 10,000 കോടിക്കൊക്കെ മുകളിലുള്ള, 15,000 കോടിക്ക് മുകളിലുള്ള നിക്ഷേപമായിരിക്കും അവിടെ വേണ്ടി വരുന്നത്. അത് കൊടുക്കാൻ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദം ചെലുത്താനായിട്ട് ബംഗാളിൽ നിന്നൊരു ടീം അവിടെ പോയി. മാത്രവുമല്ല, ഇതിൽ ഒരു കൺസോർഷ്യം ഓഫ് ബാങ്കുകളെ ഇടപെടിക്കാനും ഉള്ള ഒരു ശ്രമം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അവരായിരിക്കും ഈ ഉൽപാദനത്തിൽ ഏർപ്പെടുന്ന ONGC ആവട്ടെ, അതല്ലെങ്കിൽ ലേലം കൊണ്ടും മറ്റേതെങ്കിലും സ്വകാര്യ കമ്പനി ആവട്ടെ, അവർക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചെറിയ തുകയൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത് സർക്കാർ കൊടുക്കുന്നത്. അതുകൂടാതെ വീണ്ടും ഒരു 10-20,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അവിടെ വേണ്ടി വരും. അവിടെ തന്നെ റിഫൈനറി തുടങ്ങാനുള്ള സാധ്യതകളുണ്ട് ബംഗാളിൽ തന്നെ. അതുപോലെ ഓയിൽ മാർക്കറ്റിംഗ് അവിടെ തുടങ്ങാം. അപ്പൊ ബംഗാളിന് വലിയ വരുമാനമാണ് നികുതിയിൽ നിന്നും വരാൻ പോകുന്നത്. ഈ കേരളത്തിലെ ബംഗാളികളൊക്കെ തിരിച്ചു വരാതിരിക്കുന്നതിന്റെ കാരണം ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. അതായത് ഇതൊക്കെ നമുക്കറിയാൻ വയ്യായിരുന്നെങ്കിലും ബംഗാളികൾക്ക് ഇതറിയാമായിരുന്നു. അവർക്ക് അറിയാം ബംഗാളിന്റെ വികസനത്തെ ഒരു മുഖ്യമന്ത്രി തടസ്സപ്പെടുത്തിയതാണ്. ഒരു മുഖ്യമന്ത്രിയല്ല, മുമ്പ് CPM ഇങ്ങനെ ആയിരുന്നു. CPMന്റെ കാലത്ത് ഇതിനേക്കാൾ കഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലോട്ട് നമ്മളൊരു സാധനമായിട്ട്, ഇപ്പം കണ്ണൂരിൽ നിന്നും ഉള്ള ഒരു വ്യക്തി എറണാകുളത്തേക്ക് അവിടെ വരുമ്പോൾ അയാളുടെ വീട്ടിൽ നിന്ന് ഒരു ബാഗിനകത്തിൽ കുറച്ച് അരിയും കുറച്ച് മറ്റെന്തെങ്കിലും പഴങ്ങളുമായിട്ടാണ് വരുന്നതെങ്കിൽ അതിനും CPMന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ പൈസ കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഇന്ത്യയിൽ നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ബംഗാളിൽ ഇതിനപ്പുറം ഒന്നും നടന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് താഴെ തട്ടിലുള്ള ഗുണ്ടാ പിരിവുകൾ. അതിന് കട്ട് മണി എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. ക്ഷേമ പെൻഷൻ കിട്ടുന്നവന് പോലും ആ കിട്ടുന്ന 2,000 രൂപ ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ 500 രൂപ പാർട്ടിക്ക് കൊടുക്കണം. എന്നാലേ നിങ്ങൾക്ക് അത് പൈസ ആയിട്ട് പോകാൻ വേണ്ടി. അല്ലെ അടിച്ച് നിന്റെ തല പൊട്ടിക്കും, നട്ടലൊടിക്കും, റോഡിൽ കിടക്കും. ഈ പാവങ്ങൾ എന്ത് ചെയ്യും? അതായത് ഭീഷണി, നമ്മൾ പറയുമല്ലോ, ഈ ഭീഷണിയുടെ ഒരു ബലത്തിലാണ് ഭരണം നടന്നത്. എന്തായാലും ശരി, ബംഗാള് ആ ദുസ്വപ്നങ്ങളുടെ നാളുകളിൽ നിന്നും പുറത്തു വന്ന ബംഗാളിൽ ഇപ്പോൾ ഒരു പുരോഗതിയുടെ ഒരു വെളിച്ചം വന്നു തുടങ്ങിയിരിക്കുന്നു. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സുവേന്ദു അധികാരിക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചരിത്രത്തിന്റെ താളുകളിൽ എന്ന സുവർണ ലിപികളാൽ അദ്ദേഹത്തിന്റെ പേരെഴുതപ്പെടും. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വലിയ ഒരു സ്വാധീനമായി ബംഗാളിൽ നിലനിൽക്കും. അതല്ലെങ്കിൽ
പഴയതുപോലെ തന്നെ ആണെങ്കിൽ എങ്ങനെ ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും പുറത്തുപോയി, എങ്ങനെ മമത ദയനീയമായിട്ട് ഇന്ന് തെരുവിൽ അലഞ്ഞു നടക്കുന്നു, അതുപോലെ ഇവർക്കും സംഭവിക്കും. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ വീണ്ടും സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.